ഒരു സന്തോഷമുള്ളൊരു കാര്യം, ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ വളരെ കർക്കശമായ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നാളെ ചർച്ച ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഈ അപകടം വരുത്തി വെച്ച പല ആളുകൾക്കും പണി വരും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉന്നതതല യോഗം നാളെ വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹം വിളിച്ചിരിക്കുകയാണ്. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനിൽ ഇതിനോടകം തന്നെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദിലീപ്, ഗുഡ് ഈവനിങ്. ദിലീപ്, യഥാർത്ഥത്തിൽ വളരെ കർക്കശമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തീരുമാനിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശിവൻകുട്ടി, ചോദ്യപേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഏതു തരത്തിലുള്ള അന്വേഷണമായിരിക്കും തുടർന്ന് നടക്കാൻ പോവുക എന്നത് നാളത്തെ യോഗത്തിൽ തീരുമാനമാകും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുണ്ടെങ്കിൽ അവർക്കെതിരായ കർശന നടപടിയെക്കുറിച്ചും നാളത്തെ യോഗം ചർച്ച ചെയ്യും. നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച ഉടൻ തന്നെ സൈബർ സെല്ലിനും DGPക്കും പരാതി നൽകിയിരുന്നു. ആ നിലയിലുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർന്നത് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷാ ചോദ്യപേപ്പറുകളാണ് ചോർന്നിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 ഗണിത പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ ചോർന്നിരുന്നു. ഇത് കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായ MS സൊല്യൂഷൻ അവരുടെ യൂട്യൂബ് പേജിലാണ് ഈ ചോദ്യപേപ്പറുകൾ പരീക്ഷയുടെ തലേന്ന് പ്രഡിക്ഷൻ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് പിന്നീട്, അതായത് ഈ ചോദ്യപേപ്പർ ചോരുകയും ഈ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ ഈ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ 90% ചോദ്യങ്ങളും ഈ അവരുടെ പ്രഡിക്ഷൻ എന്ന നിലയിൽ പറഞ്ഞ അതേ നമ്പറുകൾ, അതേ ചോദ്യങ്ങൾ ഇതുതന്നെയായിരുന്നു. നേരത്തെ കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്കും സമാനമായ നിലയിൽ ഈ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന ആരോപണം വന്നിരുന്നതാണ്. അന്ന് കൊടുവള്ളി AEO ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് DEOയെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ വളരെ ഗൗരവമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കാണുന്നത്. മറ്റൊന്ന്, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ദിലീപ് കുമാർ, ഒരു കാര്യം, ഈ ചോദ്യപേപ്പർ യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ആളുകൾക്ക്? ദിലീപിന് കേൾക്കാൻ കഴിഞ്ഞോ? ദിലീപ്, യഥാർത്ഥത്തിൽ ഇവർക്ക് യൂട്യൂബ് വഴിയുള്ള ഇൻകം കൂട്ടുക, റവന്യൂ കൂട്ടുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിലാണോ ഈ കൊടുവള്ളി കേന്ദ്രമാക്കിയുള്ള സംഘം ഇതിൻ്റെ ഈ ചോദ്യപേപ്പർ യൂട്യൂബിൽ ഇട്ടത്, അതോ മറ്റെന്തെങ്കിലും താല്പര്യം ഇവർക്കുണ്ടോ? SKN ഇത് വരുമാനമുണ്ടാക്കുക, കൂടുതൽ വ്യൂസ് തങ്ങളുടെ യൂട്യൂബ് പേജിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഈ MS സൊല്യൂഷൻസ് മാത്രമല്ല, മറ്റ് 4-5 ഈ ലേണിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ടുകൂടി അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ ചോദ്യപേപ്പർ അതിൽ പ്രത്യക്ഷപ്പെടുക, ആ ചോദ്യപേപ്പറുകൾ ഇന്ന യൂട്യൂബ് പേജിൽ ഉണ്ടാകുമെന്ന് ചില അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളോട് പറയുകയും ആ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ അതൊരു വലിയൊരു റാക്കറ്റ് എന്ന നിലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ MS സൊല്യൂഷൻസിൻ്റെ ഉടമ പറയുന്നത് തങ്ങൾക്കെതിരായിട്ടുള്ള വ്യാജ ആരോപണമാണ് എന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കാനിരിക്കുകയാണ്. ഈ ചോദ്യപേപ്പറുകൾ അതേപടി വരിക എന്നത് അസ്വാഭാവികമായല്ല കാണുന്നത്. കാരണം ഇതൊരു വളരെ ഗൗരവമായ വിഷയമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഓണം ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്, അത് ഒരു പൊതുപരീക്ഷയിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് പറയാമെങ്കിലും വലിയൊരു റാക്കറ്റിലേക്ക് ഇതൊരു പക്ഷേ വെളിച്ചം വീശുന്നതിന് സഹായകമായേക്കും. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ നിന്ന് തന്നെ ഇതെങ്ങനെ ആര് ചോർത്തി എന്നത് കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടാകും നിലവിലെ സാഹചര്യത്തിൽ. കാരണം ഡയറ്റുകളാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. അത് ഈ വിഷയത്തിൽ ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ള അധ്യാപകരിൽ നിന്ന് ചോദ്യങ്ങൾ വാങ്ങിയതിനു ശേഷം ഡയറ്റുകൾ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നു. സർവശിക്ഷ കേരള ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സ്കൂളുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. +1 പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാകട്ടെ അത് തയ്യാറാക്കുന്ന SCERT സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ വെച്ചാണ്. ആ ശില്പശാലയിൽ ഏതാണ്ട് 8ഓളം അധ്യാപകർ പങ്കെടുക്കും. SCERTയുടെ ഉദ്യോഗസ്ഥരും ഈ ശില്പശാലയിൽ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന ശില്പശാലയിൽ ഉണ്ടാകും. അത് പിന്നീട് അതിൻ്റെ ഒരു സെറ്റ് കേരളത്തിന് പുറത്തുള്ള ഒരു പ്രസ്സിൽ അച്ചടിച്ചിട്ട് അത് പിന്നീട് കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇതിൽ പലരും അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഇവരൊക്കെ പങ്കെടുക്കുന്നതാണ്. മെയിൽ മുഖേനയും വാട്സാപ്പ് വഴിയും ഒക്കെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനുകൾ പലപ്പോഴും പോകുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കൃത്യമായ ഉത്തരവാദികളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ വിജിലൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അന്വേഷണം നടത്താറുണ്ട്. അധ്യാപകരായിട്ടുള്ളവർ സ്വകാര്യ ട്യൂഷൻ എടുത്ത് വലിയ ലാഭം കൊയ്യുന്നതൊക്കെ പലപ്പോഴും പിടിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇവർക്ക് 6 മാസത്തിനകം തിരികെ ജോലിയിലേക്ക് അധ്യാപകർക്ക്
പ്രവേശിക്കാൻ കഴിയുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അത്തരം സാഹചര്യങ്ങളൊക്കെ മാറ്റണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല ഈ ഓണം ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളൊക്കെ വികേന്ദ്രീകരിച്ച് സ്കൂൾ തലത്തിൽ തന്നെ തയ്യാറാക്കി അത് വിതരണം ചെയ്യുന്നതിനും പരീക്ഷ നടത്തിപ്പിനുമുള്ള അവകാശം ആ സ്കൂളുകൾക്ക് നൽകണമെന്ന നിലയിലൊക്കെയുള്ള ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ബി ദിലീപ്കുമാറാണ് നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കർക്കശമായ ചില നടപടികൾ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാളെ വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ ഈ തീരുമാനം വരും. മാത്രവുമല്ല, ഈ MS സൊല്യൂഷൻസ് മാത്രമല്ല മറ്റു ചില ആളുകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. 3-4 ലേണിംഗ് ആപ്പുകളും ദിലീപ് പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഭവിച്ചത് ഇങ്ങനെയാണ്. കേരളത്തിൽ 47 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. അതിൽ കുറച്ചധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വരികയാണെങ്കിൽ അവരെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും അങ്ങനെ അവരുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ SLC ഫൈനൽ എക്സാമിനേഷൻ പോലെയോ +2ൻ്റെ ഫൈനൽ എക്സാം പോലെയോ പരീക്ഷയെ വളരെ ഗൗരവത്തോടെ കാണുവാൻ വേണ്ടി വിവിധ സെറ്റുകൾ ക്വസ്റ്റ്യൻസ് പലരെ കൊണ്ട് തയ്യാറാക്കി അതിൽ നിന്നൊരു ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഈ അടുത്ത കാലത്തായി വിദ്യാഭ്യാസ വകുപ്പ് പിന്തുടരുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ചോർത്തിയെടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം യൂട്യൂബിലെ റവന്യൂ തന്നെയാണ്. ഒരു റാക്കറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൊടുവള്ളി കേന്ദ്രമാക്കി തന്നെയാണ് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഈ റാക്കറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ലേണിംഗ് ആപ്പുകളൊക്കെ ആരാണെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. നാളെ ഇതിൻ്റെ ഒരു തീരുമാനം വരും. കർക്കശമായ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.